Dear students, welcome to our accountancy classroom. Admission of a partner എന്ന ചാപ്റ്ററിൽ ഗുഡ്വിൽ എന്ന ഒരു ഭാഗമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ്വിൽ. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു തിയറി പാർട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ഡിസ്കഷൻ പോവാം. ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ്വിൽ എന്ന തേർഡ് പാർട്ടാണ് മീനിങ് ഓഫ് ഗുഡ്വിൽ. Over a period of time, a well-established business develops an advantage of good name, reputation, and wide business connections. This helps the business to earn more profits as compared to a newly set up business. ഒരു പഴയ ബിസിനസ് സ്ഥാപനവും ഒരു പുതിയ ബിസിനസ് സ്ഥാപനവും തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കറിയാം, ഒരു പഴയ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള നല്ല രീതിയിൽ നടന്നു പോകുന്ന ഒരു ബിസിനസ്സിന് സ്വാഭാവികമായിട്ടും സമൂഹത്തിൽ നല്ല ഒരു പേരും അതിന് നല്ല പ്രശസ്തിയും അതേപോലെ കുറേ വ്യക്തികളുമായിട്ടും സമൂഹമൊക്കെയായിട്ട് കണക്ഷൻസ് ഒക്കെ ഉണ്ടാകും. ഈ ഒരു കണക്ഷൻ പുതിയ ഒരു സ്ഥാപിച്ച ബിസിനസ് അല്ലെങ്കിൽ ആരംഭം കുറിച്ചിരിക്കുന്ന ഒരു സ്ഥാപനവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറേയധികം അഡ്വാൻറ്റേജസും അതേപോലെ കുറേയധികം പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാവാനുള്ള കൂടുതൽ കസ്റ്റമേഴ്സൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു പുതിയ ബിസിനസ് സ്ഥാപനവും പഴയ ബിസിനസ് സ്ഥാപനവുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് പഴയ ബിസിനസ് സ്ഥാപനത്തിന് ഇത്തരത്തിലുള്ള പല ഗുണങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ആ ഗുണത്തിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ സെയിലും കൂടുതൽ കസ്റ്റമർ റിലേഷൻസും ഒക്കെ ഉണ്ടായിട്ട് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമുക്ക് ആലോചിച്ചാൽ അറിയാവുന്ന കാര്യമാണ്. ഇൻ അക്കൗണ്ടിങ്, the monetary value of such advantage is known as goodwill. It is regarded as an intangible assets. നമ്മുടെ ഫസ്റ്റ് ഇയർ ഡിസ്കഷനിൽ വളരെ പ്രധാനപ്പെട്ട ടേമായിട്ട് നമ്മൾ ചർച്ച ചെയ്തൊരു വേർഡാണ് ഗുഡ്വിൽ എന്ന് പറയുന്നത്. ഈ ഗുഡ്വിൽ ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ഡിസ്കസ് ചെയ്ത സമയത്ത് ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്ന ഡിസ്കഷനിൽ ഒരു എക്സാമ്പിളായിട്ട് ഗുഡ്വിലിനെ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു ഫേമിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഞാൻ നേരത്തെ ചർച്ച ചെയ്ത കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ഉണ്ട്. ആ ബെനിഫിറ്റ്സിൻ്റെ മോണിറ്ററി വാല്യൂ, നമ്മൾ സാമ്പത്തികമായിട്ട് അതിൻ്റെ വാല്യൂ കണക്കാക്കാൻ വേണ്ടിയിട്ട് മോണിറ്ററി വാല്യൂ കണക്കാക്കുമ്പോൾ ഇത്തരത്തിലുള്ള മോണിറ്ററി വാല്യൂ, അത്തരം അഡ്വാൻറ്റേജിൻ്റെ മോണിറ്ററി വാല്യൂവിനെയാണ് ഗുഡ്വിൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇൻ അതർ വേർഡ്സ്, goodwill is the value of the reputation of a firm in respect of the profits expected in future over and above the normal profits. ചുരുക്കി പറഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഗുഡ്വിൽ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനത്തിന് പൊതുവിലുണ്ടാവുന്ന ഒരു സൽപ്പേര് ആ മറ്റ് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ പുതുതായിട്ട് ആരംഭം കുറിച്ചിരിക്കുന്ന ബിസിനസ്സിനേക്കാളും എസ്റ്റാബ്ലിഷ്ഡ് ആയ ബിസിനസ്സിനുണ്ടാവുന്ന ആ ഒരു സൽപ്പേരിനെ, ആ ഒരു സൽപ്പേരിൻ്റെ ഒരു കാരണം കൊണ്ട് ആ ബിസിനസ്സിന് മറ്റ് പുതിയ സ്ഥാപനത്തെക്കാളും പ്രോഫിറ്റ് ഏൺ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞാൽ കുറേ അധികം കാലം പ്രോഫിറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഈ പ്രോഫിറ്റിൽ നിന്നും സാധാരണ ഒരു സ്ഥാപനത്തിനേക്കാളും അധികം പ്രോഫിറ്റ് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് എങ്കിൽ അത്തരം സാധ്യതകളെയാണ് നമ്മൾ ഗുഡ്വിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ സൽപ്പേരാണ്, ആ സൽപ്പേരിലൂടെ ഉണ്ടാവുന്ന അധികം പ്രോഫിറ്റാണ് ഗുഡ്വിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. In simple words, goodwill can be defined as the present value of a firm's anticipated excess earnings. അപ്പോൾ ഗുഡ്വിൽ എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിൻ്റെ ഏർണിങ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു സ്ഥാപനത്തിന് ഇപ്പോഴുള്ള ഒരു വാല്യൂ, സമൂഹത്തിൽ ഉണ്ടാവുന്ന ഒരു വാല്യൂ, അത് വരും വർഷങ്ങളിൽ അതേപോലെ നിലനിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വാല്യൂ ആണ് ഗുഡ്വിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Goodwill exists only when the firm earns super profits. The excess of actual profits over the normal profits is termed as super profits. Goodwill നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അക്കൗണ്ടിങ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ കൂടുതൽ ഡിസ്കഷന് വിധേയമാക്കുന്നതാണ്. അപ്പം ഒരു സാധാരണ പ്രോഫിറ്റിനേക്കാളും അധികം പ്രോഫിറ്റ് ഏൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇത്തരം സ്ഥാപനങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു പ്രോഫിറ്റാണ് സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതായത് സമാന ബിസിനസ് സ്ഥാപനങ്ങളെക്കാളും കൂടുതൽ ഏതെങ്കിലും സ്ഥാപനത്തിന് അധികം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു എക്സസ് പ്രോഫിറ്റിനെയാണ് നമ്മൾ സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് നേടുന്ന ഒരു സ്ഥാപനത്തിനാണ് സാധാരണ രീതിയിൽ ഗുഡ്വിൽ എന്ന ഒരു മോണിറ്ററി വാല്യൂ ഉണ്ടാവാറുള്ളതെന്ന് മനസ്സിലാക്കാം. Any firm that earns normal profits or is incurring losses has no goodwill. അതുകൊണ്ട് നമുക്കൊരു കാര്യം പറയാം, സാധാരണ ഒരു ബിസിനസ്സിനെ പോലെ തന്നെയുള്ള പ്രോഫിറ്റ് ആണ്, അതായത് നോർമൽ പ്രോഫിറ്റ് ആണ് ഏൺ ചെയ്യുന്നത് എന്ന് തോന്നിയാൽ അതിന് ഒരു ഗുഡ്വിൽ
എന്ന് പറയുന്ന ഒരു മോണിറ്ററി വാല്യൂവിന് സാധ്യതയില്ല എന്ന് പറയും. അതല്ലെങ്കിൽ ഒരു സ്ഥിരമായിട്ട് ലോസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇൻകർ ചെയ്യുന്ന ഒരു സ്ഥാപനത്തിനും ഗുഡ് വില്ല് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ ഗുഡ് വില്ല് എന്ന് പറയുന്നത് നമുക്ക് ഡെഫിനറ്റായിട്ടും പറയാൻ പറ്റുന്നത് പ്രോഫിറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നോർമൽ പ്രോഫിറ്റ് അല്ല, നോർമൽ പ്രോഫിറ്റിനെക്കാട്ടിലും എക്സസ് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ സൂപ്പർ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിവുള്ള സ്ഥാപനങ്ങളുടെ റെപ്യൂട്ടേഷൻ, അതിൻ്റെ മോണിറ്ററി വാല്യൂ ആണ് നമുക്ക് ഗുഡ് വിൽ എന്ന പേരിൽ അറിയപ്പെടാൻ അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, എന്തെല്ലാമാണ് ഒരു ഗുഡ് വില്ലിനെ സഹായകമാവുന്നത് നോക്കാം. പല ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഫാക്ടേഴ്സിൽ ഒന്ന് നേച്ചർ ഓഫ് ബിസിനസ് ആണ്. അതായത് ഒരു ബിസിനസ് എങ്ങനെയാണ് അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ബിസിനസ് പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. എ ഫേം ദാറ്റ് പ്രൊഡ്യൂസസ് ഹൈ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഓർ ഹാവിംഗ് എ സ്റ്റേബിൾ ഡിമാൻഡ് ഈസ് ഏബിൾ ടു ഏൺ മോർ പ്രോഫിറ്റ്സ് ആൻഡ് ദെർഫോർ ഹാസ് മോർ ഗുഡ് വിൽ. അതായത് എന്തെല്ലാം സംഭവിച്ചു കഴിഞ്ഞാലും ഒരു ഫേമിന് കൂടുതൽ പ്രോഡക്റ്റുകൾ എന്ത് തന്നെ സംഭവിച്ചു കഴിഞ്ഞാലും ഉപയോഗപ്പെടും എന്ന് തോന്നുന്ന സ്റ്റേബിൾ ഡിമാൻഡുള്ള പ്രോഡക്റ്റുകളുണ്ട്. അങ്ങനെ സ്റ്റേബിൾ ഡിമാൻഡ്, അതായത് തുടർച്ചയായ ആവശ്യകത കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള പ്രോഡക്റ്റുകൾ എന്ത് തന്നെ സംഭവിച്ചാലും സെയിലാവും. അങ്ങനെ സെയിലാവുന്ന ബിസിനസ് ഉള്ള സ്ഥാപനങ്ങൾക്ക് ഗുഡ് വില്ല് കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന് ലൊക്കേഷനാണ്. ഇഫ് ദ ബിസിനസ് ഈസ് സെൻട്രലി ലൊക്കേറ്റഡ് ഓർ ഈസ് അറ്റ് എ പ്ലേസ് ഹാവിംഗ് ഹെവി കസ്റ്റമർ ട്രാഫിക് ദ ഗുഡ് വിൽ ടെൻസ് ടു ബി ഹൈ. ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ ബിസിനസ് നടത്തുന്ന സ്ഥലം അല്ലെങ്കിൽ എവിടെയാണ് ഇതിൻ്റെ ലൊക്കേഷൻ, കേന്ദ്രം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കൂടുതൽ ആളുകളുടെ ഇടപെടലുകൾ ഉള്ള ഒരു സ്ഥലം, പ്രത്യേകിച്ച് ഈ വലിയ മാർക്കറ്റുകൾ, അതല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനടുത്ത്, അതല്ലെങ്കിൽ ഹൈവേക്ക് സമീപം, അതല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിനടുത്ത്, റെയിൽവേ സ്റ്റേഷനടുത്ത് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഉള്ള ബിസിനസ് അവിടെ സ്വാഭാവികമായിട്ട് ആളുകൾ കൂടുതൽ എത്തിച്ചേരുന്ന സ്ഥലമാണ്. അത്തരം ലൊക്കേഷനുകൾ ഒരു കൂടുതൽ ഏണിങ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ ഏണിങ്സ് സ്വാഭാവികമായിട്ട് ഗുഡ് വില്ലായി മാറാൻ സാധ്യത. മറ്റൊന്ന് എഫിഷ്യൻസി ഓഫ് മാനേജ്മെന്റ്. എ വെൽ മാനേജ്ഡ് കൺസേൺ യൂഷ്വലി എൻജോയ്സ് ദി അഡ്വാൻറ്റേജ് ഓഫ് ഹൈ പ്രൊഡക്ടിവിറ്റി ആൻഡ് കോസ്റ്റ് എഫിഷ്യൻസി. ദിസ് ലീഡ്സ് ടു ഹയർ പ്രോഫിറ്റ്സ് ആൻഡ് സോ ദ വാല്യൂ ഓഫ് ഗുഡ് വിൽ ഓൾസോ ബി ഹൈ. എഫിഷ്യൻസി ഓഫ് മാനേജ്മെന്റ് നമ്മൾ ബിസിനസ് സ്റ്റഡീസിൽ പഠിക്കുന്നതാണ്. മാനേജ്മെന്റ് അതിന്റെ എഫിഷ്യൻസി, ആ എഫിഷ്യൻസി സ്വാഭാവികമായിട്ടും ദാറ്റ് ലീഡ്സ് ടു ഗുഡ് വില്ല് എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രോഫിറ്റ് കൂടുതൽ ഉണ്ടാവാൻ ഒരു കാരണമാണ് എഫിഷ്യൻസി ഓഫ് മാനേജ്മെന്റ്. അപ്പോൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിന് സ്വാഭാവികമായിട്ടും വേസ്റ്റേജും അതുപോലെയുള്ള നമ്മുടെ ചെലവ് ചുരുക്കുന്നത്, അനാവശ്യമായിട്ടുള്ള നഷ്ടമുണ്ടാകുന്നതെല്ലാം കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം പ്രോഫിറ്റ് കുറയ്ക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ അത് കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പ്രോഫിറ്റ് ഹൈ ആവാനും അങ്ങനെ ഗുഡ് വില്ല് ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. മറ്റൊന്ന് മാർക്കറ്റ് സിറ്റുവേഷൻ ആണ്. ദ മൊണോപ്പൊളി കണ്ടീഷൻ ഓർ ലിമിറ്റഡ് കോമ്പറ്റീഷൻ എനേബിൾസ് ദ കൺസേൺ ടു ഏൺ ഹൈ പ്രോഫിറ്റ്സ് വിച്ച് ലീഡ്സ് ടു ഹയർ വാല്യൂ ഓഫ് ഗുഡ് വിൽ. നമ്മൾ എക്കണോമിക്സിലൊക്കെ പഠിച്ച കാര്യങ്ങളാണ് മൊണോപ്പൊളി കണ്ടീഷൻ എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ കോമ്പറ്റീഷൻ്റെ ഒരു സാധ്യത ഇല്ലാത്ത ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് അവരുടെ പ്രോഡക്റ്റ് എന്തായാലും പബ്ലിക് വാങ്ങിക്കുന്ന കാര്യത്തിലൊരു സംശയമില്ല. അങ്ങനെ അവർ എന്ത് വിൽക്കാൻ വെച്ച് കഴിഞ്ഞാലും അത് സെയിലാവുകയും അത് സ്വാഭാവികമായിട്ട് പ്രോഫിറ്റായി മാറുകയും ആ പ്രോഫിറ്റ് ഹയർ പ്രോഫിറ്റായിട്ട് സ്ഥാപനത്തിൻ്റെ വാല്യൂ കൂടാനും സാധ്യതയുണ്ട്. മറ്റൊന്ന് സ്പെഷ്യൽ അഡ്വാൻറ്റേജ് ആണ്. സ്പെഷ്യൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദ്യം വന്നത് കാണാറുണ്ട്. ഒരു ഗുഡ് വില്ല് അതിൻ്റെ സ്പെഷ്യൽ അഡ്വാൻറ്റേജ് ആയിട്ട് എങ്ങനെ ഒരു ഫാക്ടറായിട്ട് മാറുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ സ്പെഷ്യൽ അഡ്വാൻറ്റേജ് ഏതൊക്കെയാണെന്ന് നോക്കാം. ദ ഫേം ദാറ്റ് എൻജോയ്സ് സ്പെഷ്യൽ അഡ്വാൻറ്റേജസ് ലൈക്ക് ഇമ്പോർട്ട് ലൈസൻസസ്, ലോ റേറ്റ് ആൻഡ് അഷ്യൂർഡ് സപ്ലൈ ഓഫ് ഇലക്ട്രിസിറ്റി, ലോങ് ടേം കോൺട്രാക്ട്സ് ഫോർ സപ്ലൈ ഓഫ് മെറ്റീരിയൽ, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഒരു സ്പെഷ്യൽ അഡ്വാൻറ്റേജ് എന്ന രൂപത്തിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ പ്രത്യേകതരം ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൽ നിന്നും ആനുകൂല്യങ്ങൾ കിട്ടുക, അതല്ലെങ്കിൽ കൺസെഷൻ റേറ്റിൽ ഇലക്ട്രിസിറ്റി കിട്ടുക, അല്ലെങ്കിൽ അത് പ്രത്യേകിച്ച് ഏതെങ്കിലും കോൺട്രാക്റ്റ് ലഭിക്കുക, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഒരു സ്പെഷ്യൽ അഡ്വാൻറ്റേജ് ആയിട്ടാണ് നമ്മൾ കരുതുന്നത്. ആ സ്പെഷ്യൽ അഡ്വാൻറ്റേജസ് ഗുഡ് വില്ല് ഉണ്ടാവുന്നതിന് ഒരു കാരണമായിട്ട് പറയാറുണ്ട്. അപ്പോൾ ഇതാണ് ദിസ് ആർ ദ മെയിൻ ഫാക്ടേഴ്സ് ദാറ്റ് വിൽ അഫക്ട് ദ വാല്യൂ ഓഫ് ഗുഡ് വിൽ. ഇനി മറ്റൊന്ന് നീഡ് ഫോർ വാല്യുവേഷൻ ഓഫ് ഗുഡ് വില്ല്. എന്തിനാണ് നമ്മുടെ ഒരു പാർട്ണർഷിപ്പ് ഫേം ഗുഡ് വില്ലിൻ്റെ കാൽക്കുലേഷനുമായിട്ട് പോകുന്നതെന്ന് നോക്കാം. നോർമലി ദ നീഡ് ഫോർ വാല്യുവേഷൻ ഓഫ് ഗുഡ് വിൽ അറൈസസ് അറ്റ് ദ ടൈം ഓഫ് സെയിൽ ഓഫ് എ ബിസിനസ്, ബട്ട് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് പാർട്ണർഷിപ്പ് ഫേം ഇറ്റ് മേ ഓൾസോ അറൈസസ് ഇൻ ദ ഫോളോയിങ് സർക്കംസ്റ്റാൻസസ്. സാധാരണ രീതിയിൽ ഒരു ബിസിനസ്സിൻ്റെ സെയിൽ നടക്കുന്ന സമയത്ത് മറ്റൊരാൾക്ക് വിൽക്കുന്ന സമയത്തൊക്കെയാണ് ഗുഡ് വിൽ കാൽക്കുലേഷന് പോകാറുള്ളത്. പക്ഷേ പാർട്ണർഷിപ്പ് ഫേമിൽ മറ്റു പല സാഹചര്യങ്ങളിലും ഗുഡ് വിൽ വാല്യൂ ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട്.
അതിലൊന്നാണ് ചേഞ്ച് ഇൻ ദ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എമംഗ് ദി എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ്. നിലവിലുള്ള പാർട്ട്നേഴ്സ് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ചേഞ്ചസ് വരുത്തുകയാണെങ്കിൽ അതൊരു കാരണമാവാറുണ്ട് ഗുഡ് വിൽ കണ്ടുപിടിക്കുന്നതിന്. മറ്റൊന്ന് അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ, മറ്റൊന്ന് റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ, മറ്റൊന്ന് ഡെത്ത് ഓഫ് എ പാർട്ട്ണർ, മറ്റൊന്ന് ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം ഇൻവോൾവിംഗ് സെയിൽ ഓഫ് ബിസിനസ് ആസ് എ ഗോയിങ് കൺസേൺ. ഒരു ബിസിനസ് അതിൻ്റെ പ്രവർത്തനവും എല്ലാം അവസാനിപ്പിക്കുകയാണെങ്കിൽ അതിനെയാണ് ഡിസൊല്യൂഷൻ എന്ന് പറയുന്നത്. ആ സാഹചര്യത്തിലും ചിലപ്പോൾ ഗുഡ് വില്ലിൻ്റെ വാല്യുവേഷൻ നടത്താറുണ്ട്. ചില സമയത്ത് അമാൽഗമേഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്ന സാഹചര്യമുണ്ട്. അമാൽഗമേഷൻ എന്ന് പറഞ്ഞാൽ സമാനമായ ബിസിനസ് കോമ്പറ്റീഷനൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുമിച്ചാവുക, ഒന്ന് കൂടിച്ചേർന്നുകൊണ്ട് ഒരു ബിസിനസ് നടത്തുക, അങ്ങനെ കോമ്പറ്റീഷനൊക്കെ കുറയ്ക്കുന്നതിനെയാണ് അമാൽഗമേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന് മെത്തേഡ്സ് ഓഫ് വാല്യുവേഷൻ ഓഫ് ഗുഡ് വിൽ. എന്തെല്ലാം രീതിയിലാണ് ഗുഡ് വിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നത്? സിൻസ് ഗുഡ് വിൽ ഈസ് an intangible asset, it is very difficult to accurately calculate its value. Various methods have been advocated for the valuation of goodwill of a partnership firm. സാധാരണ രീതിയിൽ ഗുഡ് വില്ല് എന്ന് പറയുന്നത് മറ്റ് അസറ്റിനെ പോലെ പെട്ടെന്ന് മെഷർ ചെയ്തെടുത്ത് വാല്യൂ ചെയ്യാൻ പറ്റില്ല. ചില രീതിയിലൂടെയാണ് നമ്മൾ ഒരു സ്ഥാപനത്തിൻ്റെ ഗുഡ് വിൽ ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. Goodwill calculated by one method may differ from the goodwill calculated by another method. Hence, the method by which goodwill is to be calculated may be specifically decided between the existing partners and the incoming partner. ഒരു സ്ഥാപനവും മറ്റൊരു സ്ഥാപനത്തിൻ്റെ ഗുഡ്വിൽ കാൽക്കുലേഷനായിട്ട് പലപ്പോഴും വ്യത്യാസം കാണാറുണ്ട്, മെത്തേഡിൽ വ്യത്യാസം കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് മെത്തേഡാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് പാർട്ട്നേഴ്സ് തമ്മിൽ തീരുമാനിക്കാറുണ്ട്. പ്രധാനപ്പെട്ട ചില മെത്തേഡുകൾ, ഒന്ന് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞ ഒരു മെത്തേഡാണ്. മറ്റൊന്ന് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. ഈ ആവറേജ് പ്രോഫിറ്റിൻ്റെ മറ്റൊരു സെക്ഷനായിട്ട് വേണേൽ പറയാവുന്നതാണ് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. മറ്റൊന്ന് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, മറ്റൊന്ന് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് തന്നെ ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ഉണ്ട്, ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു പ്രിലിമിനറി ആയിട്ടുള്ള ഇൻട്രൊഡക്ടറി ഡിസ്കഷനായിട്ട് ഗുഡ്വില്ലിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.